അപ്പോൾ ഇത്തരം ആഹാരവിഹാരങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ. ഇനി ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. നിങ്ങൾ ഒരുപാട് ഹൈ ഷുഗർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രൂട്ട്സ് മധുരമുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മോഡറേറ്റ്ലി നല്ല വെൽ റൈപ്പറ്റ് നല്ല മധുരം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ പഴങ്ങളും പ്രത്യേകിച്ച് ചെറുപഴം, മുന്തിരി, വാട്ടർമെലൻ ഇതൊക്കെ തണുപ്പാണ്. അതുപോലെ കുക്കുംബറൊക്കെ ഇല്ലേ, വെള്ളരിക്ക, കുമ്പളങ്ങ ഇതൊക്കെ തണുപ്പാണ്. അപ്പോൾ അതൊക്കെ ധാരാളം കഴിക്കാനായിട്ട് കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സംഭാരം കുടിക്കാം. സംഭാരം തണുപ്പാണ്. തൈര്, കട്ട തൈര് ചൂടാണ്. അതിലത്തെ വെണ്ണ മാറ്റി വെള്ളം ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് സംഭാരം തണുപ്പാണ്. സംഭാരം കുടിക്കാം, തൈര് ഉപേക്ഷിക്കുക. ഓക്കെ. സീ ഫുഡ് ഒഴിവാക്കുക. ചിക്കനും എഗ്ഗും ബീഫും ഒഴിവാക്കുക. പൊതുവേ നിങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നന്നായി. ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും ധാരാളം ഇത്തരം പൊതുവേ തണുപ്പാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. അതിൽ എസ്പെഷ്യലി വാട്ടർമെലൻ, കുക്കുംബർ, പിന്നെ കക്കിരിക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ അതൊക്കെ തണുപ്പാണ്.